ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പള്ളിപ്പുറം നോർത്ത് മണ്ഡലം 2ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈപ്പിൻ എംഎൽഎ ടോണി ചമ്മണിക്ക് സ്വീകരണവും വിദ്യാർത്ഥി പ്രതിഭകൾക്ക് അനുമോദനവും നൽകി. This news brought to you by Kalpaga Weddings, North Paravoor. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പള്ളിപ്പുറം നോർത്ത് മണ്ഡലം 2ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വൈപ്പിൻ എംഎൽഎ ടോണി ചമ്മണിക്ക് ഉജ്ജ്വല സ്വീകരണവും പ്രദേശത്തെ വിദ്യാർത്ഥി പ്രതിഭകൾക്കുള്ള അനുമോദന സമ്മേളനവും സംഘടിപ്പിച്ചു. ബാബു ചാക്യാമുറിയുടെ വസതിയിൽ നടന്ന ചടങ്ങ് രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്താൽ ശ്രദ്ധേയമായി. വാർഡ് പ്രസിഡന്റ് എച്ച് ഹരീഷ് അധ്യക്ഷത വഹിച്ചു. PJ ആൻസ്ലി സ്വാഗതം ആശംസിച്ചു. DCC ജനറൽ സെക്രട്ടറി MJ ടോമി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിയപ്പെട്ട, ഏറ്റവും ആഹ്ലാദകരമായ ഒരു തീരുമാനമാണ് കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുഖ്യമന്ത്രി എടുത്തത്. വൈപ്പിനടക്കം ഏതാണ്ട് 6ഓളം നിയോജകമണ്ഡലത്തിലുള്ള കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ ഗവൺമെന്റ് കയ്യിൽ നേരത്തെ തന്നെ പരിഗണന ഉണ്ടായിരുന്നതാണ്. എന്നാൽ മറ്റു നടപടി എടുക്കാത്തതിന് അതിവേഗത്തിൽ ഭരണാനുമതി നൽകി. 190 MLD എന്ന അളവിലുള്ള വെള്ളമാണ്. ആ പദ്ധതിയിൽ നമ്മുടെ 5 പഞ്ചായത്തുകൾ മാത്രമാണുള്ളത്. കടമക്കുടിയും മുളവുകാടും എളങ്കുന്നപ്പുഴയും ഞാറക്കലും നായനമ്പലവും. എന്നിരുന്നാലും ആ പദ്ധതി വരുമ്പോൾ മൊത്തം വൈപ്പിൻ പ്രദേശത്തിൻ്റെ കുടിവെള്ളക്ഷാമം പരിഹരിക്കപ്പെടുമ്പോൾ പള്ളിപ്പുറം ഉൾപ്പെടെ. എന്തുകൊണ്ടെന്നാൽ പുതിയ പദ്ധതിയിൽ 5 പഞ്ചായത്തുകൾക്ക് പുതിയ സോഴ്സിലൂടെ വെള്ളം വരുമ്പോൾ ഇപ്പോൾ വൈപ്പിനിലേക്കുള്ള സപ്ലൈ മറ്റ് 3 പഞ്ചായത്തുകളിലേക്ക് ഡൈവേർട്ട്. പുതിയ സോഴ്സ് മാത്രമാണ് 5. നിലവിൽ മൊത്തം 8 പഞ്ചായത്തിൽ കൊടുക്കുന്ന വെള്ളം ഇനി 3 പഞ്ചായത്തിലേക്ക് ചുരുക്കുമ്പോൾ 8 പഞ്ചായത്തുകളിൽ കുടിവെള്ളക്ഷാമം ശാശ്വതമായി പരിഹാരം കാണാൻ സാധിക്കും. നിയോജകമണ്ഡലം പൊതുസംഘടനയ്ക്ക് ശേഷം ഞാറക്കൽ നിയോജകമണ്ഡലം പേര് മാറി വൈപ്പിൻ മണ്ഡലമായി കഴിഞ്ഞപ്പോൾ എറണാകുളത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മുളവുകാട് പഞ്ചായത്ത് ഇങ്ങോട്ട് കൂട്ടിച്ചേർത്തു എന്നല്ലാതെ മറ്റൊരു ഭാഗവും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയിരുന്നില്ല. ഈ നിയോജകമണ്ഡലത്തിൽ നിന്ന് എല്ലാ കാലഘട്ടങ്ങളിലും ഏറ്റവും കൂടുതൽ കാലഘട്ടങ്ങളിൽ ജയിച്ചത് കോൺഗ്രസ് MLA-മാരാണ്. ഒപ്പം തന്നെ ഇവിടെ ശ്രീ ആൻഷേട്ടൻ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ നമ്മൾ വിട്ടുപോയ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് മുൻപേ ഈ ത്രിവർണ്ണ പതാകയുടെ വാഹകരായി ഇവിടെ കടന്ന് ഈ നാട്ടിൽ പ്രവർത്തിച്ച ശ്രീ വാവക്ക അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങുമുണ്ട്. ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് ഭാവത്തറലിനെ ചടങ്ങിൽ ആദരിച്ചു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി മുനമ്പം സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് AG സഹദേവൻ, പ്രവാസി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി CS സാലീഷ് രാജ്, പഞ്ചായത്ത് അംഗം KF വിൽസൺ, ലിജി ഡെന്നിഷ്, സോബിൻ C, ബാബു ചാക്യാമുറി, ടോണി തോമസ്, ധോണി തോമസ്, ലൂയിസ്, PP ജോസി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. പ്രവാസി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KS ശശി നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത പള്ളിപ്പുറം.